താങ്ക് യു സാർ. ഗുഡ് ലക്ക്. അടുത്ത ആളെ വിളിക്കേ. ഈ കാൻഡിഡേറ്റിന്റെ പേര് ശിവ, അച്ഛന്റെ പേര് രാമചന്ദ്രൻ, ബർത്ത് പ്ലേസ് മുംബൈ. എവിടെ എവിടെന്നാ പറഞ്ഞേ? മുംബൈ സാർ. മുംബൈ. അച്ഛന്റെ പേരെന്താ? രാമചന്ദ്രൻ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല സാർ. അമ്മയുടെ പേരെന്താ? വിജയലക്ഷ്മി. ശിവനിപ്പോ അവന്റെ ചേട്ടന്റെ കൂടാണ് സാർ. അയാളുടെ പേര്? മാണിക്യം. എന്ത് ചെയ്യുക? ഓട്ടോ ഡ്രൈവറാണ് സാർ. ഓട്ടോ ഡ്രൈവർ. എനിക്ക് മാണിക്യത്തെ കാണാൻ വേഗം ഏർപ്പാട് ചെയ്യാം. ഓക്കെ സാർ. ചേട്ടാ. ശിവ, എന്താ ഇന്റർവ്യൂ ഓക്കെ അല്ലേ? ഒന്നും പ്രശ്നമില്ലല്ലോ, എല്ലാത്തിനും പാസ്സായില്ലേ? പ്രശ്നമൊന്നുമില്ല. ലിയേജ് ചേട്ടനോട് വരാൻ പോകും. എന്നെയാണോ? എന്തിനു? അതറിയില്ല, കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. പോകാം. പോകാം. സാർ, മാണിക്യം വന്നിരിക്കുന്നു. നമസ്കാരം സാർ. ഇരുന്നോളൂ. കുഴപ്പമില്ല. എന്നോട് വരാൻ പറഞ്ഞു. അതല്ല, മുംബൈയിൽ മാണിക്യം എന്ന് പേരുള്ള ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അയാളായിരിക്കുന്ന ഞാൻ വിചാരിച്ചത്. എത്ര വർഷമായി ഓട്ടോ ഓടിക്കുന്നു? ഞാൻ 4 വർഷമായിട്ട് ഓടിക്കുകയാണ്. ഈ ജോലിയിൽ സംതൃപ്തിയുണ്ടോ? എന്തോ ദൈവത്തിന്റെ കടാക്ഷം കൊണ്ട് ഇങ്ങനെ പോകുന്നു. കുട്ടിക്കും ഭാര്യയ്ക്കും സുഖമല്ലേ? എനിക്കിനി കല്യാണമായിട്ടില്ല. ഓൾ റൈറ്റ്. ഈ പേപ്പറിൽ ഒരു ഒപ്പിട്ടെ. ശരി, നീ പൊയ്ക്കോ. നന്ദിയുണ്ട് സാറേ. ആ ഭാഷയുടെ ഫയൽ കൊണ്ടുവാ. ഏത് ഭാഷയാണ് സാർ? മുംബൈ ഭാഷ. കൊള്ളക്കാരനാണോ? എന്താ ഇത്? ഭാഷയെക്കുറിച്ച് പറഞ്ഞോ പേടിച്ചു പോയോ? അവൻ ഭയങ്കര ഒരു ക്രിമിനൽ അല്ലേ സാർ? അവൻ മരിച്ചിട്ട് 4 വർഷമായല്ലോ. ഇനി എന്തിനാ അവന്റെ ഫയല്? ആ ഫയല് കൊണ്ടുവരൂ. ശരി സാർ. അച്ഛന്റെ ആദ്യത്തെ ആഗ്രഹം നിറവേറ്റി തന്നിരിക്കുന്നു. സാർ, പോലീസ് വരുന്നുണ്ട്. പ്രിയ, നീ ടാക്സി എടുത്ത് വീട്ടിലേക്ക് പോ. ഞാൻ പിന്നീട് വരാം. ഇത് പേഴ്സിലേക്ക്. എന്താ ഡാഡി ഇത്? അതൊക്കെ പിന്നെ പറയാൻ വെക്കേ. ഓക്കേ ഡാഡി. നമസ്കാരം സാറേ. നമസ്കാരം. എന്താ ഇങ്ങോട്ട്? ഇവിടെ ആരോ ഡയമണ്ട്സ് കടത്തുന്ന വിവരം കിട്ടി. ഡയമണ്ട്സോ? അതെ സാർ. നമ്മുടെ നാട് നശിച്ചു. ചെല്ല് പോയി നോക്ക്. സാർ. ഓട്ടോ മാണിക്യം. ഹായ്യാ. ഹായ്യാ. Why standing? You are not here. Yeah. Come here. Coming here. നിങ്ങളെ കുറിച്ച് ആലോചിക്കായിരുന്നു. എന്തിനാ? മിണ്ടാതിരുന്ന ഇന്ത്യക്കാരൻ മരിച്ചു പോകുന്നു പറഞ്ഞില്ലേ? സൂപ്പർ ബാറ്ററിയാ. എന്താ തിരിച്ച് വഴക്കെന്ന് വെച്ച പേടിയാ? എനിക്ക് വഴക്ക് പേടിയാ. അത് നല്ലതല്ല, അതൊക്കെ വൃത്തികേടാ. പെണ്ണുങ്ങളെന്ന് വെച്ചാ എങ്ങനെ ഉണ്ടായിരിക്കണം?
പെണ്ണുങ്ങൾ സാരി കൊടുത്ത് പൊട്ടുവെച്ച് അടക്കോതുക്കുത്തോടി നടക്കുന്ന ലക്ഷണം. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞോ? ഒരു പെണ്ണും പിന്നാലെ വരുന്നില്ല, അതുകൊണ്ട് വല്ലാത്ത ഫീലിങ്സ്. നിങ്ങൾ എന്താ പിന്നാലെ പോകാത്തത്? നോ 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 നോ, വെരി വെരി ബാഡ്. ഒന്ന് പെണ്ണ് പെരുമ ഇതിന്റെ ഒന്നും പുറകെ ആണുങ്ങൾ പോകാൻ പാടില്ല. ഇതെല്ലാം ആണുങ്ങളുടെ പുറകെ വരണം. നന്നായിട്ട് ഇന്ത്യൻ സംസാരിക്കുന്നു. അല്ലേ അതാ? I like you, yeah. സെയിം ഏരിയ. 20 rupees മാഡം. താങ്ക് യു. നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ തോന്നുന്നു. അയ്യോ, നിങ്ങളെപ്പോലുള്ള ആളുകൾ ഈ ഓട്ടോയിൽ വരണമെങ്കിൽ ഇത് പുണ്യം ചെയ്തിരിക്കണം. ആൾവേസ് വെൽക്കം. ബൈ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. മേഡം മേഡം, ഇതാ മേഡത്തിന്റെ ഓട്ടോ. എടോ, ഇതൊന്ന് കൊണ്ടുപോയി കൊടുക്കണേ. എന്നാ ഞാൻ കൊണ്ടുപോട്ടെ. ാണ് ഇതിനെ പിടിച്ചു നിർത്തിയത്. मैडम 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 अंदर घुसे जा रहा है। हाँ, अंदर घुसे जा रहे. अच्छा, तुम जाओ. साला बदमाश लेके जा बोलता है. എന്താ മാണിക്യം? ആ മേഡം, ഇത് ആ ഹോട്ടലിൽ കിടന്നതാ. നിങ്ങളുടെ നോക്ക്. അതെ. ഇതിൽ എന്താ ഉള്ളതെന്നറിയോ? എന്താ ഉള്ളത്? ഡയമണ്ട്സ്. ഇതിന്റെ വില എന്താണെന്നറിയോ? അറിയില്ലല്ലോ. ലക്ഷങ്ങളാ, അല്ല കോടികളുടെ മതിപ്പാ. ആ, വെച്ചോളൂ, ഞാൻ വരട്ടെ. ഒന്ന് നിക്ക. ഇത് എനിക്ക് തരാതെ നിങ്ങൾ തന്നെ വെച്ചിരുന്നാൽ ഇപ്പൊ നിങ്ങളുടെ നില എന്താണെന്നറിയോ? അറിയാലോ. എങ്ങനെ? ചുമ്മാ ജാടയ്ക്ക് ഇതുപോലെ വീട് കിട്ടി. വെറുതെ ഇങ്ങനെ കുറച്ച് ബന്ധുക്കൾ ഇങ്ങനെ ചേർത്തുകൊണ്ട് ആരെങ്കിലും കയറി എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകുന്ന പേടിച്ച് ഉറക്കമില്ലാതെ സമാധാനമില്ലാതെ വിശപ്പില്ലാതെ അവസാനം ഭ്രാന്ത് പിടിക്കും. അയ്യോ, വേണ്ടേ വേണ്ടേ. കീപ് ഇറ്റ് യുവർ സെൽഫ് ആൻഡ് എൻജോയ് ടു യുവർ സെൽഫ്. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. പ്രിയ, പ്രിയ, ഡാഡി, എന്താ അന്വേഷിക്കുന്നത്? ഇതാണോ? അല്ല, അത് നിന്റെ കയ്യിലായിരുന്നു. ഞാൻ പേഴ്സിൽ നോക്കായിരുന്നു. താത്താ. എന്താ ഡാഡി, പുതിയതായിട്ട് ഡയമണ്ട് ബിസിനസ് തുടങ്ങിയോ? മകളുടെ കല്യാണത്തിന് സ്വർണം വാങ്ങിയ അതിനെ സ്വർണ്ണ കച്ചവടം എന്ന് പറയോ? എല്ലാം നിന്റെ കല്യാണത്തിനാ മോളെ. ഡാഡി, ഞാൻ വന്നപ്പോ ഹോട്ടലിൽ പോലീസ് വന്നില്ലേ? എന്തിനാ വന്നത്? എന്താ മോളെ ഒരു ക്രിമിനലിനെ പോലെ എന്നെ ചോദ്യം ചെയ്യുന്നത്? ഏതോ അധോലോക ബിസിനസ് ചെയ്യാണെന്നാണോ കരുതിയേ? നിന്റെ ഒരു കാര്യം. 10 ഉണ്ടായിരുന്നല്ലോ, ഇത് 9 അല്ലേ ഉള്ളൂ. ഒന്നെവിടെയാ? അറിയില്ല. പ്രിയ, നീ ഹോട്ടൽ ടാക്സിയിലല്ലോ വന്നത്? അല്ല, ഓട്ടോയില്. ഓട്ടോയിലോ? ഏത് ഓട്ടോ? നമ്പർ അറിയോ? കണ്ടാലറിയോ? അറിയാം. ഗുഡ്. ഡയമണ്ട് ആ ഓട്ടോക്കാരനായിരിക്കും എടുത്തിരിക്കുക. അവനെ വേഗം കണ്ടുപിടിച്ച് ആ ഡയമണ്ട് വാങ്ങിക്കൊണ്ടുവാ. ഡാഡി, അയാൾ എനിക്ക് നന്നായിട്ട് അറിയാം. ആക്ച്വലി ആ ഡയമണ്ട്സ് ഞാൻ ഓട്ടോയിൽ മിസ് ചെയ്തതാ. അയാൾ തന്നെ അത് കൊണ്ടു തന്നു. തീർച്ചയായിട്ടും അയാൾ എടുക്കില്ല. വളരെ നല്ല മനുഷ്യനാ. നല്ലവനാണ് മോളെ. പക്ഷേ ഓട്ടോയിൽ എവിടെയെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ ഒരു ഡയമണ്ട് 40 ലക്ഷം രൂപയാ മോളെ. ചെല്ല്. ഇവിടെയാ ആ ഓട്ടോ. ആ ഓട്ടോ ചെക്ക് ചെയ്യടാ. ഓട്ടോക്കകത്ത് നോക്കടാ. എന്താ ഇത്? എന്താ തേടുന്നത്? ഡയമണ്ട് മിസ്സായി, അതുകൊണ്ടാ. എനിക്ക് സത്യം ചെയ്തതാ. ഭാഷ വേണ്ട, മുംബൈ വേണ്ട, സത്യം ചെയ്തതാ. ആ, വേഗം ചെയ്യണം അങ്ങോട്ട്. എന്താ ചെയ്യുന്ന? അച്ഛൻ ഡയമണ്ട് അന്വേഷിക്കാനാ പറഞ്ഞ, ഓട്ടോയെ കുത്തിപ്പൊട്ടിക്കാനല്ല. സ്റ്റോപ്പ് ഇറ്റ്. ഡയമണ്ട്സ് എവിടെയാ വെച്ചിരിക്കുന്ന? പറ.
സാർ. ഡാ ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ സാർ, ഞങ്ങൾ വരുന്നു. ഏയ്, ഡയമണ്ട്സ് കെട്ടിയിരിക്കുന്നു, നമുക്ക് പോവാം. അറ്റ്ലീസ്റ്റ് ഒരു സോറി എങ്കിലും പറ. ഐ എം എക്സ്ട്രീംലി സോറി. നിങ്ങളെ കുറിച്ച് അറിയാതെ. അതൊന്നും കുഴപ്പമില്ല, ഞങ്ങളെല്ലാം പാവപ്പെട്ടവരാ. ഇതൊക്കെ പതിവായി പോയി. ഇത് ശരിയാക്കാനുള്ള ചെലവ് അവർ കാത്തിരിക്കുന്നു. പോ. ഓട്ടോ ചെക്ക് ചെയ്യാനല്ലേ പറഞ്ഞുള്ളൂ, എന്തിനാണ് കുത്തിപ്പൊളിച്ചത്? മാപ്പ് ചോദിക്കടാ. എന്നോട് ക്ഷമിക്കണം. എന്റെ അടുത്ത് മാപ്പ് ചോദിക്കണ്ട. നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ടും ഒരു വാക്കുപോലും മിണ്ടാതെ ചിരിച്ചോണ്ട് നിന്നില്ലേ ആ നല്ല മനുഷ്യൻ? അയാളുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കേ. പോടാ, പോയി ചോദിക്കേ. കാട്ടാളന്മാര്, നിങ്ങളുടെ അടുത്ത് ഇതുപോലത്തെ ആൾക്കാരുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പ്രിയ, കൂൾ ഡൗൺ പ്രിയ. അതിനിപ്പോ എന്തുണ്ടായി? ഓട്ടോയല്ലേ കുത്തിപ്പൊളിച്ചത്, അതിനെങ്ങനെ ദേഷ്യപ്പെടുന്നേ? വേണമെങ്കിൽ പുതിയൊരെണ്ണം മേടിച്ചു കൊടുത്തേക്കാം. ഡാഡി വാങ്ങിച്ചു കൊടുത്താ അദ്ദേഹം വാങ്ങിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അദ്ദേഹത്തെക്കുറിച്ച് അറിയാഞ്ഞിട്ടാ. ഹീസ് എ ഗ്രേറ്റ് മാൻ.